Hi students, quantum statistics എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ ചെറിയൊരു ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡീജനറസി, പ്രഷർ ആൻഡ് ഇറ്റ്സ് ആസ്ട്രോഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യം ഡീജനറസി, പ്രഷർ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കണ്ടു. ഇലക്ട്രോൺസിനെ ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ എന്ന രീതിയിൽ മാത്രമാണ് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇലക്ട്രോൺസിന് മാത്രമല്ല, എല്ലാ ഫെർമിയോൺസിനും, പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഒക്യുപ്പൻസി ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ എന്നുള്ള രീതിയിൽ മാത്രം ആയി റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റിനകത്തൊക്കെ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്താ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ഓഫ് ഓർ കോൺട്രാക്ഷൻ ഓഫ് ആൻ അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ് ടു ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഒരു അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ്, ഒരു സ്റ്റാർ ആവാം അല്ലേ, ആ സ്റ്റാർ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വരിക, കോൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ വരിക. അതിന് ഗ്രാവിറ്റേഷൻ കാരണമാണ് അല്ലേ, അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഗ്രാവിറ്റേഷൻ കാരണം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് അതിങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കൊളാപ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് വഴി ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിനെ നമുക്ക് ഒരു ഇലക്ട്രോൺ ഗ്യാസ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം സ്റ്റാർസിൻ്റെ കേസിൽ. അപ്പോൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഇങ്ങനെ എന്ത് ചെയ്യില്ല, അങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുമ്പോൾ ഇലക്ട്രോൺസിന് ഒന്നിലധികം ഇലക്ട്രോൺസിന് ഒരു എനർജി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഓരോ എനർജി സ്റ്റേറ്റിൽ ഓരോ ഇലക്ട്രോൺ എന്നുള്ള രീതിയിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ആ ടെൻഡൻസിന് കാരണം ഈ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രഷർ നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ ഗ്യാസ് സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ. ക്ലിയർ ആണല്ലോ? ഡ്യൂ ടു പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വൺ ഇലക്ട്രോൺ ക്യാൻ ഒക്യുപ്പൈ ഓൺലി, അല്ലെങ്കിൽ ഓൺ വൺ ക്വാണ്ടം സ്റ്റേറ്റ് ഓൺലി വൺ ഇലക്ട്രോൺ ക്യാൻ ഒക്യുപ്പൈ. ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രഷർ against the gravitational contraction of astronomical objects, which is considered as a free electron gas or a electron gas. Okay, such a pressure is known as degeneracy pressure. അതിനെയാണ് നമ്മൾ ഡീജനറസി പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ശരിക്കും ബാലൻസ് ചെയ്യുന്നത് ഈ ഡീജനറസി പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സും ഡീജനറസി പ്രഷറും തമ്മിലുള്ളൊരു ബാലൻസ്, അത് കാരണമാണ് യൂണിവേഴ്സിലെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഇക്വിലിബ്രിയത്തിൽ അല്ലേ ഒബ്ജക്റ്റുകൾ എത്തി അല്ലേ, ഒരു എന്താ പറയുക, ഒരു ഷേപ്പ് ഓരോ സാധനങ്ങൾക്കും ലഭിക്കാനൊക്കെ കാരണം ഇതിൻ്റെ ഒരു ബാലൻസ് ആണ് ശരിക്കും. ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറയുമ്പോൾ ശരിക്ക് കോൺട്രാക്ട് ചെയ്ത് വരികയാണ്. പ്രഷർ എന്ന് പറയുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഈ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണം ഇലക്ട്രോൺസിനെ ഒരു സ്റ്റേറ്റിൽ ഒന്ന് എന്നുള്ള രീതിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, അത് പുറമേക്കൊരു പ്രഷർ, ആ ഒരു കംപ്രഷൻ എഗെയിൻസ്റ്റ് ആയിട്ടൊരു പ്രഷർ, കോൺട്രാക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡീജനറസി പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഡ്വാർഫിൻ്റെ ഫോർമേഷനിലൊക്കെ ഈ ഡീജനറസി പ്രഷറിന്, ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ആസ്ട്രോണമിക്കൽ സിഗ്നിഫിക്കൻസ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ നമ്മൾ പറയുന്നത്, ഡീജനറസി പ്രഷർ ആൻഡ് ആസ്ട്രോഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. ദ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഡിസ്അലോസ് ടു identical half integral spin particles from simultaneously occupying the same quantum state. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഐഡൻറ്റിക്കൽ ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഫെർമിയോൺസ്, ഇലക്ട്രോൺസ് അതിലൊരു എക്സാമ്പിളാണ്, അതിനെ ഒരിക്കലും ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം എണ്ണത്തിനെ ഒക്യുപ്പൈ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ദ റിസൾട്ട് ഈസ് ആൻ എമർജൻറ്റ് പ്രഷർ അഗെയിൻസ്റ്റ് കംപ്രഷൻ ഓഫ് മാറ്റർ ഇൻ ടു സ്മോളർ വോളിയം ഓഫ് സ്പേസ്. അത് കാരണം എന്ത് ചെയ്യുന്നു, പിന്നെ ഈ അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റുകളൊക്കെ കംപ്രസ് ചെയ്യുന്നതിന്, സ്മോളസ്റ്റ് വോളിയത്തിലേക്ക് കംപ്രസ് ചെയ്യാൻ, ഗ്രാവിറ്റേഷൻ കാരണം കംപ്രസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. ആ ടെൻഡൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു പ്രഷർ ഈ ഒരു പോയിന്റ് അനുസരിച്ചിട്ട് അല്ലേ, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഇലക്ട്രോൺസ് പുറമേക്ക് ഒരു പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നു. ആ പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീജനറസി പ്രഷർ. ദ പ്രഷർ ഈസ് നോൺ ആസ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ. ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ ക്രിയേറ്റ്സ് എ ബാരിയർ ടു ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് ഓഫ് എ ഡൈയിങ് സ്റ്റാർ ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് വൈറ്റ് ഡ്വാർഫ്. ഒരു സ്റ്റാർ ഡൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് കാരണം അതിലുള്ള ഇലക്ട്രോൺസ്, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യാണ്, അടുത്തേക്ക് ഇങ്ങനെ വന്ന് കോൺട്രാക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഒരു സ്റ്റാർ ഡൈ ചെയ്യുന്നത്. പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്നൊരു ഡീജനറസി പ്രഷർ ഉണ്ട്. ആ ഡീജനറസി പ്രഷർ
വൈറ്റ് ഡ്വാർഫ് പോലുള്ള സംഗതികളുടെ ഫോർമേഷന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്താണെന്ന് പറയുന്നു? കോൺട്രാക്ഷൻ ഓഫ് ആൻ അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റി വിച്ച് ടെൻസ് ടു ഡ്രോ മാറ്റർ ഇൻവേർട്ട് ടു ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് അസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? അതിൻ്റെ സ്വന്തം ഗ്രാവിറ്റി കാരണം കോൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മാറ്ററിനെ, അതിനകത്തുള്ള മാറ്ററിനൊക്കെ ഉള്ളിലേക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അടുത്തേക്ക് വലിച്ച് അതിങ്ങനെ ചുരുങ്ങി പോവുക. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഡീജനറസി പ്രഷർ. അപ്പോൾ അതാണ് ഈ ഡൈയിങ് സ്റ്റാറിൽ ഈ ഡീജനറസി പ്രഷർ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് വൈറ്റ് ഡ്വാർഫ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഡ്വാർഫിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അത് നോക്കാം. വൈറ്റ് ഡ്വാർഫാണ് ഇനി പറയുന്നത്. നമുക്കറിയാം സ്റ്റാർ ഇവല്യൂഷനിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. അതിലൊരു ഫൈനൽ സ്റ്റേജ് ഓഫ് സ്റ്റാർ ഇവല്യൂഷനാണ് വൈറ്റ് ഡ്വാർഫ് എന്നുള്ളത്. സ്റ്റാർസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണമാണ് നമുക്കറിയാം. അതായത് ഹൈഡ്രജൻ ആണ് അതിലെ തെർമോന്യൂക്ലിയർ ഫ്യൂവൽ. അത് ഹീലിയമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു ഫ്യൂഷൻ്റെ ഫലമായിട്ട്. അപ്പോൾ ധാരാളം എനർജി അതിന് എമിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ തെർമോന്യൂക്ലിയർ ഫ്യൂവൽസ് കുറേ എക്സ്ഹോസ്റ്റ് ചെയ്തു കുറേ കഴിഞ്ഞു എന്ന് കരുതുക. അതായത് ഹൈഡ്രജനൊക്കെ ഹീലിയായിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിനകത്തുള്ള ആറ്റംസൊക്കെ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുന്നു. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് കോൺട്രാക്ട് ചെയ്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന വൈറ്റ് ഡ്വാർഫ് ഉണ്ടാവുന്നത്. ഓക്കെ, തെർമോന്യൂക്ലിയർ എനർജി യൂസപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ എനർജിയുടെ ഫലമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് നടന്ന് ഇതിങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വന്നിട്ടാണ് വൈറ്റ് ഡ്വാർഫ് ഫോം ചെയ്യുന്നത്. ഈ വൈറ്റ് ഡ്വാർഫിൻ്റെ സൈസ് ഏകദേശം എർത്തിൻ്റെ സൈസിന് സിമിലറാണ്. എർത്തിൻ്റെ സൈസിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സൈസാണ് വൈറ്റ് ഡ്വാർഫിനുള്ളൂ. വലിയ സ്റ്റാർസിൻ്റെ അത്ര സൈസൊന്നുമില്ല അല്ലേ. എന്നാൽ സണ്ണിൻ്റെ സൈസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. 2/3 ഓഫ് ദ മാസ് ഓഫ് ദ സണ്ണ്. മാസ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ മാസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. 2/3 ഓഫ് ദ മാസ് ഓഫ് ദ സണ്ണാണ്. സൈസ് എർത്തിൻ്റെ സൈസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ വോളിയം എന്താ ചെയ്യാം? കുറഞ്ഞാൽ വരിക അല്ലേ. വോളിയം കുറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഫെർമി എനർജിക്കുള്ളൊരു എക്സ്പ്രഷനൊക്കെ കണ്ടു. അപ്പോൾ ആ എക്സ്പ്രഷനിൽ നമ്മൾ വോളിയം ഡിനോമിനേറ്റർ പാർട്ടിലാണ് വരുന്നത്. ആ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം. h²/2 m 8πn/v² എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോർമുല നമ്മൾ പഠിച്ചു. അതിൽ v താഴത്താണ് വരുന്നത്. അപ്പോൾ വോളിയം കുറയുന്നതിനനുസരിച്ചിട്ട് ഈ ഫെർമി എനർജി എന്താ ചെയ്യുക? കൂടുക ചെയ്യുക. അപ്പോൾ ഫെർമി എനർജി അങ്ങനെ KT-യുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ, ഈ വോളിയം അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞ് അത് KT എന്ന് പറയുന്ന ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഇലക്ട്രോൺ ഗ്യാസ്, ഡീജനറേറ്റ് ഇലക്ട്രോൺ ഗ്യാസ് ആയിട്ട് ആക്ട് ചെയ്യും. ഡീജനറേറ്റ് ഇലക്ട്രോൺ ഗ്യാസ്. അപ്പോൾ അതിനകത്ത് നിന്നുണ്ടാവും ഒരു ഡീജനറസി പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ ഡീജനറസി പ്രഷർ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ കൊളാപ്സിന് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നൊരു ആസ്ട്രോണമിക്കൽ സ്ട്രക്ചർ അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വൈറ്റ് ഡ്വാർഫ് ഫോം ചെയ്യുന്നത്. വൈറ്റ് ഡ്വാർഫിൻ്റെ സൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സും ഡീജനറസി ഇലക്ട്രോൺ പ്രഷറും തമ്മിലുള്ളൊരു ബാലൻസ് ഉണ്ട് അല്ലേ. ആ ബാലൻസ് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സൈസ് എത്രയാണ് വരിക എന്നിപ്പോൾ ഞാൻ പറഞ്ഞു. എർത്തിൻ്റെ സൈസാണ് ഏകദേശം വരിക എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ മാസ് ഒരിക്കലും 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സണ്ണിനേക്കാളും എക്സീഡ് ചെയ്യില്ല. ഓക്കെ, മാസ് ഓഫ് ദ വൈറ്റ് ഡ്വാർഫ് കനോട്ട് ബി എക്സീഡ് ദാൻ 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സൺ. ആ ലിമിറ്റിനെ 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സൺ എന്നുള്ളത് നമ്മൾ ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ലിമിറ്റ് വരുന്നത് അറിയോ? ഇതിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ബാലൻസ് ചെയ്യാൻ തക്ക സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡീജനറസി പ്രഷർ ഉണ്ടാവില്ല. 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സണ്ണിനേക്കാൾ കൂടുതൽ മാസ് ഓഫ് ദ വൈറ്റ് ഡ്വാർഫ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡീജനറസി ഇലക്ട്രോൺ പ്രഷർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ബാലൻസ് ദ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വൈറ്റ് ഡ്വാർഫ് ഫോം ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വൈറ്റ് ഡ്വാർഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു നോക്കുക. എ സ്റ്റാർ ഇൻ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഇറ്റ്സ് ഇവല്യൂഷൻ ഈസ് കോൾഡ് വൈറ്റ് ഡ്വാർഫ്. നക്ഷത്ര പരിണാമത്തിലെ അവസാനത്തെ ഘട്ടമാണ് വൈറ്റ് ഡ്വാർഫ്. If the thermonuclear fuel of the star has been exhausted,
The star contracted gravitationally until its atoms collapsed into nuclei and electrons packed closely together. തെർമോന്യൂക്ലിയർ ഫ്യൂലൊക്കെ എക്സോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹൈഡ്രജനൊക്കെ ഹീലിയായി പോയി, ഫ്യൂഷൻ നടന്ന് ഹൈഡ്രജൻ ഇല്ല അല്ലേ, അത് എക്സോസ്റ്റ് ചെയ്തുവെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ആറ്റംസും ഇലക്ട്രോൺസും ഒക്കെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ നടന്ന് അല്ലേ വല്ലാണ്ട് ക്ലോസ്ലി പാക്ക്ഡ് ആവും. ഓക്കെ, ഇതിനകത്തെ ആറ്റംസിൽ വൈറ്റ് ഡ്വാർഫ്, അങ്ങനെയാണ് വൈറ്റ് ഡ്വാർഫ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം കുറഞ്ഞ് അല്ലേ വൈറ്റ് ഡ്വാർഫ് ഉണ്ടാവുകയാണ്. വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് ഹാവ് മാസ് കമ്പയറബിൾ ടു ദ സൺ. 2/3 ഓഫ് ദ സൺ ഒക്കെയാണ് അതിൻ്റെ മാസ് വരുന്നത്. ബട്ട് ഓൺലി അബൌട്ട് ദ സൈസ് ഓഫ് ദ എർത്ത്. സൈസ് എർത്തിനോട് സിമിലർ ആണ്. ഇനി ദ വോളിയം ഡിക്രീസസ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ഓഫ് ദ വൈറ്റ് ഡ്വാർഫ് ആൻഡ് ആസ് എ റിസൾട്ട് ഫെർമി എനർജി എപ്സിലോൺ എഫ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺസ് എക്സീഡ്. വോളിയം കുറഞ്ഞു വരും അല്ലേ ഈ കംപ്രഷൻ കാരണം. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസിൻ്റെ ഫെർമി എനർജി എന്താ ചെയ്യുന്നത്, കൂടുക ചെയ്യുന്നത് അല്ലേ. കാരണം ആ റിലേഷൻ നിങ്ങൾ നോക്കുക കേട്ടോ. വെൻ എപ്സിലോൺ എഫ് എക്സീഡ് KT ദ ഇലക്ട്രോൺ ഫോം എ ഡീജനറേറ്റ് ഗ്യാസ്. ഈ എപ്സിലോൺ എഫ് KT ആയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഡീജനറേറ്റ് ഗ്യാസ് അവിടെ ഫോം ചെയ്യുകയാണ്. സൈസ് ഓഫ് ദ വൈറ്റ് ഡ്വാർഫ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എ ബാലൻസ് ബൈ ദ ഇൻവേർഡ് ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ഇറ്റ്സ് അറ്റോമിക് ന്യൂക്ലിയർ ആൻഡ് പ്രഷർ ഓഫ് ഇറ്റ്സ് ഡീജനറേറ്റ് ഇലക്ട്രോൺ ഗ്യാസ്. ഡീജനറേറ്റ് ഇലക്ട്രോൺ ഗ്യാസ് പ്രഷറും ഈ ഗ്രാവിറ്റേഷണൽ പുള്ളും തമ്മിലുള്ളൊരു ബാലൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതാണ് പറയണത്. നോ വൈറ്റ് ഡ്വാർഫ് ക്യാൻ ഹാവ് മാസ് ഗ്രേറ്റർ ദാൻ m0 = 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സൺ. ഒരു വൈറ്റ് ഡ്വാർഫിനും സണ്ണിൻ്റെ മാസിൻ്റെ 1.4 ടൈംസിനേക്കാൾ കൂടുതൽ മാസ് ഉണ്ടാവില്ല അല്ലേ. ഈ ലിമിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ചന്ദ്രശേഖർ ലിമിറ്റ്. അപ്പോൾ ചന്ദ്രശേഖർ ലിമിറ്റ് 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സൺ ആണ്. അതിൽ കൂടുതൽ ഒരിക്കലും വൈറ്റ് ഡ്വാർഫിന് മാസ് ഉണ്ടാവാത്തതിന് കാരണം ഇതാണ്. ഇഫ് മാസ് എക്സീഡിങ് ദിസ് ലിമിറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് പ്രഷർ ഓഫ് ഇലക്ട്രോൺ ഗ്യാസ് വുഡ് നോട്ട് ബി സഫിഷ്യൻറ്റ് ടു സപ്പോർട്ട് ദ സിസ്റ്റം ഇറ്റ്സ് ടെൻഡൻസി ടുവേർഡ് ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് അല്ലേ. അതിൽ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുക ഈ ഡീജനറേറ്റ് ഇലക്ട്രോൺ ഗ്യാസിന് ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു അത്രയും സഫിഷ്യൻ്റ് ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വൈറ്റ് ഡ്വാർഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ന്യൂട്രോൺ സ്റ്റാറും ബ്ലാക്ക് ഹോളും എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് നോക്കാം നമുക്ക്. ഇനി ന്യൂട്രോൺ സ്റ്റാർ ആണ് പറയണത്. വളരെ ഹെവിയർ ആയിട്ടുള്ള സ്റ്റാർസ് ഒരിക്കലും വൈറ്റ് ഡ്വാർഫായിട്ട് മാറുന്നില്ല. പകരം അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് വഴി അതിങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുന്നു. അങ്ങനെ അവസാനം അത് ഒരു ലിമിറ്റ് എത്തുന്ന സമയത്ത് അത് വയലൻ്റായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പാർട്ട് അവശേഷിക്കും. ആ പാർട്ടിൻ്റെ മാസ് 1.4 ടൈംസ് ഓഫ് ദ സണ്ണിനേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ മാസ്. ഓക്കെ, പിന്നെയും ഗ്രാവിറ്റേഷൻ കൊളാപ്സ് വഴി ഇതിങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ത് ചെയ്യുകയാണ്, കൂടി വരികയാണ്. കാരണം ഫെർമി എനർജി അറിയാമല്ലോ, വോളിയം കുറയുന്നതിനനുസരിച്ചിട്ട് കൂടി വരുന്നു. അങ്ങനെ ഇലക്ട്രോൺസിന് നല്ല എനർജി ആവും. ആ ഇലക്ട്രോൺസിന് പ്രോട്ടോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് വൈറ്റ് ഡ്വാർഫിൻ്റെ ഡെൻസിറ്റിയുടെ 20 ടൈംസ് ഡെൻസിറ്റി ഒക്കെ ആവുന്ന സമയത്താണ്. അങ്ങനെ ഈ ന്യൂട്രോൺസ് എല്ലാം ചേർന്നിട്ട് ഒരു ഡീജനറേറ്റ് ഗ്യാസ്, ഡീജനറസി പ്രഷറൊക്കെ അതിലുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീജനറേറ്റ് ന്യൂട്രോൺ ഗ്യാസ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ആ ഡീജനറേറ്റ് ന്യൂട്രോൺ ഗ്യാസ് ഈ ഫർദർ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, നോക്കുക. എ സ്റ്റാർ ടു ഹെവി ടു ഫോളോ എവല്യൂഷണറി പാത്ത് ലീഡ്സ് ടു വൈറ്റ് ഡ്വാർഫ് കൊളാപ്സ് അബ്രപ്റ്റ്ലി വെൻ ഔട്ട് ഓഫ് ഫ്യൂവൽ ആൻഡ് ദെൻ ടു എക്സ്പ്ലോഡ് വയലൻ്റ്ലി. അതായത് വൈറ്റ് ഡ്വാർഫ് ആവാൻ ആവശ്യമായതിൻ്റെ മാസിനേക്കാൾ വളരെ കൂടുതൽ മാസുള്ള സ്റ്റാർസ് ഒക്കെ അല്ലേ എന്ത് ചെയ്യുന്നു, അബ്രപ്റ്റായിട്ട് കൊളാപ്സ് ചെയ്യാണ്. ഗ്രാവിറ്റേഷൻ കൊളാപ്സ് ഫ്യൂവൽ കുറവ് കാരണം അല്ലേ, ഫ്യൂവൽ എക്സോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഗ്രാവിറ്റേഷൻ കൊളാപ്സ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എക്സ്പ്ലോഡ് വയലൻ്റായിട്ട് എക്സ്പ്ലോഡ് ചെയ്യാണ്. ആൻഡ് ഇവൻറ്റ് ഓഫ് ദിസ് കൈൻഡ് ഈസ് നോൺ ആസ് സൂപ്പർനോവ. ഈ ഇവൻറ്റിന് എങ്ങനെ സ്റ്റാർസ് ഇങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ആഫ്റ്റർ ദ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എ പാർട്ട് ഈസ് റിമൈൻഡ് ഹൂസ് മാസ് ഈസ് ഗ്രേറ്റർ ദാൻ 1.4 ടൈംസ് ഓഫ് ദ സൺ. അതായത് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പാർട്ട് അതിൻ്റെ മാസ് സണ്ണിൻ്റെ 1.4 ടൈംസിനേക്കാൾ കൂടുതലായിരിക്കും, ചന്ദ്രശേഖർ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ ഉറപ്പാണ് അതെന്തല്ല, വൈറ്റ് ഡ്വാർഫ് അല്ല. കാരണം വൈറ്റ് ഡ്വാർഫിൻ്റെ മാസ് 1.4 ടൈംസ് ഓഫ് ദ സണ്ണിനേക്കാൾ കുറവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖർ ലിമിറ്റ്. സിൻസ് ദ സ്റ്റാർ കോൺട്രാക്ട്സ് ഗ്രാവിറ്റേഷണലി ഇലക്ട്രോൺസ് ബിക്കം മോർ ആൻഡ് മോർ എനർജറ്റിക്. ഈ സ്റ്റാർ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയാണ് അല്ലെ, ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നു.
അപ്പോൾ ഇലക്ട്രോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോളിയം കുറയുമ്പോൾ അതിൻ്റെ ഫെർമി എനർജി കൂടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി ഇങ്ങനെ കൂടി വരികയാണ്. ഇലക്ട്രോൺസ് ബിക്കം മോർ ആൻഡ് മോർ എനർജറ്റിക്. അറ്റ് ദിസ് സ്റ്റേജ് ഇലക്ട്രോൺ റീച്ചസ് വിത്ത് പ്രോട്ടോൺ ടു പ്രൊഡ്യൂസ് എ ന്യൂട്രോൺ അല്ലേ. ഈ സ്റ്റേജിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണു, ഇലക്ട്രോണിന് അത്യാവശ്യം നല്ല എനർജി ആയത് പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇമ്പോർട്ടൻറ്റ്. ദിസ് പോയിന്റ് ഈസ് റീച്ച്ഡ് വെൻ ദ സ്റ്റാർസ് ഡെൻസിറ്റി ഈസ് അബൌട്ട് 20 ടൈംസ് ഓഫ് വൈറ്റ് ഡ്വാർഫ്. ഈ സ്റ്റേജ് എത്തുന്നത് സ്റ്റാറിൻ്റെ ഡെൻസിറ്റി വൈറ്റ് ഡ്വാർഫിൻ്റെ ഡെൻസിറ്റിയുടെ 20 ടൈംസ് കൂടുതലൊക്കെ ആകുമ്പോഴൊക്കെയാണ്. ഓക്കെ. The neutrons, which are fermions, end up as degenerate gas and their pressure supports the gas against gravitational shrinkage. അല്ലേ, ഈ ന്യൂട്രോൺസ് ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂട്രോൺസിൻ്റെ ഡീജനറേറ്റ് ഗ്യാസ് ഉണ്ടാവുന്നു, അത് ഡീജനറസി പ്രഷർ ഉണ്ടാവുന്നു. ആ ഡീജനറസി പ്രഷർ ഗ്രാവിറ്റേഷണൽ ഷ്രിങ്കേജ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. സോ ദ ന്യൂട്രോൺ സ്റ്റാർ കൺസിസ്റ്റ് ഓഫ് എ സൂപ്പർ ഡെൻസ് മാസ് മെയിൻലി ബൈ ന്യൂട്രോൺസ് അല്ലേ. അപ്പോൾ ഈ ന്യൂട്രോൺ സ്റ്റാറിനകത്ത് അല്ലേ ഒരു നല്ല ഡെൻസിറ്റി ഉള്ള ഒരു സംഭവമാണ്. ആ ഡെൻസിറ്റി ഒക്കെ പ്രൊവൈഡ് സൂപ്പർ ഡെൻസ്ഡ് ആയിട്ടുള്ള ഒരു മാസാണ് അല്ലേ. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂട്രോൺസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ന്യൂട്രോൺ സ്റ്റാറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ബ്ലാക്ക് ഹോൾ എന്താണ് എന്നുകൂടി ഒന്ന് പറയാം. ബ്ലാക്ക് ഹോൾ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു സണ്ണിൻ്റെ മാസിൻ്റെ 1.4 ടൈംസ് മാസിനേക്കാൾ കുറഞ്ഞ മാസുള്ള സ്റ്റാർസ് ഓഫ് വിച്ച് മാസ് ലെസ് ദാൻ 1.4 ടൈംസ് ഓഫ് ദ മാസ് ഓഫ് ദ സണ്ണ് ഇവല്യൂഷൻ നടന്നിട്ട് വൈറ്റ് ഡ്വാർഫായിട്ട് മാറും. 1.4 times of the mass of the sun to 3 times of the mass of the sun. 1.4 m sun to 3 m sun. ആ ഒരു റേഞ്ചിൽ മാസുള്ള സ്റ്റാർസൊക്കെ ഇവല്യൂഷൻ നടന്നിട്ട് ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. സൂപ്പർനോവ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായി അത് ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. ഇനി ഈ 3 times ഓഫ് മാസ് ഓഫ് ദ സണ്ണിനേക്കാൾ കൂടുതൽ മാസുള്ള സ്റ്റാർസ്, ഓക്കെ, അതായത് സ്റ്റാർസ് ഹാവിങ് മാസ് ഗ്രേറ്റർ ദാൻ 3 m sun എന്ന് നമുക്ക് എഴുതാം. m sun മാസ് ഓഫ് ദ സൺ ആണെങ്കിൽ അങ്ങനത്തെ സ്റ്റാർസ് ബ്ലാക്ക് ഹോൾ ആയിട്ടാണ് മാറുക. അപ്പോൾ അവിടെ ബ്ലാക്ക് ഹോൾ എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മൾ വൈറ്റ് ഡ്വാർഫ് പറഞ്ഞു, ഇലക്ട്രോൺസ് ഡീജനറേറ്റ് ഇലക്ട്രോൺ ഗ്യാസ് ആയിട്ട് മാറി, അതിന് ഡീജനറേറ്റ് ഇലക്ട്രോൺ പ്രഷർ ഉണ്ടായി അല്ലേ. ആ ഒരു ഡീജനറസി പ്രഷർ ആ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ബാലൻസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ന്യൂട്രോൺ സ്റ്റാറിൽ ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടി ഇലക്ട്രോൺ പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രോൺ ഉണ്ടായി. ആ ന്യൂട്രോണുകൾ ചേർന്നിട്ട് ന്യൂട്രോൺ ഗ്യാസ് ഉണ്ടായി അല്ലേ. ഡീജനറസി പ്രഷർ ആ ന്യൂട്രോൺ ഗ്യാസ് പ്രൊവൈഡ് ചെയ്തു അല്ലെ. അത് എന്ത് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്തു, അത് എന്ത് ചെയ്യാണ് ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ ബാലൻസ് ചെയ്തു, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അതാണ് ന്യൂട്രോൺ സ്റ്റാർ എന്നാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള ഒരു ഡീജനറസി പ്രഷറൊന്നും ഉണ്ടാവണില്ല. അങ്ങനെ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു ഷ്വാർസ്ചൈൽഡ് റേഡിയസ് എന്ന് പറയുന്ന റേഡിയസ് എത്തുകയാണ്. ആ റേഡിയസിനേക്കാളും കുറഞ്ഞു, ഒരു ലിമിറ്റ് എത്തി. ആ ലിമിറ്റ് എത്തുന്ന സമയത്ത് അവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കാരണം ഫർദർ കോൺട്രാക്ഷൻ ഉണ്ടാവില്ല. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഫർദർ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ എന്ത് ചെയ്യാണ്, ബാലൻസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയൊരു വോളിയമായിട്ട് അതിൻ്റെ ചെറിയൊരു സൈസ് അല്ലേ, ഒരു ചെറിയൊരു വോളിയം, ഒരു ഹെവി മാസുമായിട്ടുള്ളൊരു സംഭവം അവിടെ നമുക്ക് കിട്ടും. അതാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. വളരെ ഡെൻസിറ്റി വളരെ കൂടിയ ഒരു സംഭവമാണ്. ഓക്കെ. അപ്പോൾ അതാണ് അങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നത്. അവിടെ ഈ പറയുന്ന ഡീജനറസി പ്രഷറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ല അവിടെ വരുന്നത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നോക്കുക. ആൻ ഓൾഡ് സ്റ്റാർ ഹൂസ് മാസ് ഈസ് ലെസ് ദാൻ 1.4 m sun becomes a white dwarf and one whose mass is between 1.4 m sun to 3 m sun becomes a neutron star. 1.4 m sun വരെ മാസുള്ള സ്റ്റാർസ് ഒക്കെ വൈറ്റ് ഡ്വാർഫ് ആയിട്ടാണ് മാറിയത്. 1.4 m sun to 3 m sun വരെ ഉള്ളതൊക്കെ ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറി. എ സ്റ്റാർ ഹൂസ് മാസ് ഈസ് ഗ്രേറ്റർ ദാൻ 3 m sun becomes a black hole. സണ്ണിൻ്റെ മാസിൻ്റെ 3 times മാസുള്ള സ്റ്റാർ ആവട്ടെ, അത് ബ്ലാക്ക് ഹോൾ ആയിട്ടാണ് മാറുന്നത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രിവെൻറ്റ് സച്ച് ആൻ ഓൾഡ് സ്റ്റാർ ഫ്രം കൊളാപ്സിങ് ബിയോണ്ട് എ സർട്ടൻ സൈസ് അണ്ടർ ആൻ ഇൻവേർഡ് ഗ്രാവിറ്റേഷണൽ പുള്ള് അല്ലെ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണു, ഒരു സർട്ടൻ സൈസ് വരെ കൊളാപ്സ് ചെയ്യാൻ മാത്രമാണ് അതിന് അനുവദിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ആ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം കോൺട്രാക്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഒരു സർട്ടൈൻ പ്രഷർ വരെ അത് കൊളാപ്സ് ചെയ്ത് അവിടെ നിൽക്കുന്നു. ഒരു ഷ്വാർസ്ചൈൽഡ് റേഡിയസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിനേക്കാൾ കുറഞ്ഞ റേഡിയസ് ഉള്ള ഇത്തരം സ്റ്റാർസിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലാക്ക് ഹോൾ. ഓക്കെ. അപ്പോൾ അത്രയാണ് ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അത് ഡീജനറസി പ്രഷറിൽ എൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒന്നും ഈ ബ്ലാക്ക് ഹോളിൽ വരുന്നില്ല. അത് വരുന്നത് പ്രധാനമായിട്ട് വൈറ്റ് ഡ്വാർഫിലാണ്, പിന്നെ ന്യൂട്രോൺ സ്റ്റാറിലാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിലെപ്പോഴും പ്രോബ്ലം വരാറുള്ളത് ഫെർമി എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഫെർമി എനർജിയും ഫെർമി ടെമ്പറേച്ചറും കാണുന്നതിനുള്ള പ്രോബ്ലമാണ്. അത്തരത്തിലൊരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പ്രോബ്ലം നോക്കുക.
Find Fermi energy in copper on the assumption that each copper atom contributes 1 electron to the electron gas. Density of copper is equal to 8.94 into 10 raised to 3 kilogram per meter cube. Atomic mass is equal to 63 U. Unified mass ആണ്. അപ്പോൾ ഇവിടെ ഫെർമി എനർജി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫെർമി എനർജി കാണാനുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിരിക്കണം. എപ്സിലോൺ എഫ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 2m 8n/8πv ഹോൾ റേസ് ടു 2/3 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഡെൻസിറ്റി തന്നിരിക്കുന്നു, അറ്റോമിക് മാസ് തന്നിരിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് n/v കാണാം. ഓക്കെ, n/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്താണ് നമ്പർ ഓഫ് ആറ്റംസ്, v എന്താണ് വോളിയം, ആറ്റംസ് പെർ മീറ്റർ ക്യൂബ് ആണ് സംഭവം അല്ലേ. അപ്പോൾ ഈ ഇതിനെ നമുക്ക് വേണമെങ്കിൽ നോക്കുക, മാസ് ബൈ മീറ്റർ ക്യൂബ് ബൈ മാസ് ബൈ ആറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസും വെട്ടിപ്പോവും, ഈ ആറ്റം കൊണ്ട് മോളിക്ക് വരും. അപ്പോൾ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മാസ് ബൈ മീറ്റർ ക്യൂബ് ബൈ മാസ് ബൈ ആറ്റം. മാസ് ബൈ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡെൻസിറ്റി ആണ് അല്ലേ. മാസ് ബൈ ആറ്റം എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്താണ്, അറ്റോമിക് മാസ്. അപ്പോൾ ഡെൻസിറ്റി ബൈ അറ്റോമിക് മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, n/v കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. n/v എന്ന് പറയുന്നത് ഡെൻസിറ്റി ബൈ അറ്റോമിക് മാസ്. അപ്പോൾ തന്നിരിക്കുന്ന ഡെൻസിറ്റി 8.94 into 10 raised to 3a, അറ്റോമിക് മാസ് 63 U ആണ്. അത് SI യൂണിറ്റിലാക്കുമ്പോൾ U എന്ന് പറയുന്നത് എത്രയാണ്, U എന്ന് പറയുന്നത് എത്രയാണ്, 1.6 into 10 raised to -27. ഒരു ന്യൂക്ലിയോണിൻ്റെ മാസ് കൊണ്ട് 63നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. n/v എന്ന് പറയുന്നത് ഡെൻസിറ്റി 8.94 into 10 raised to 3 by 63 into 1.66 into 10 raised to -27. അപ്പോൾ n/v എന്ന് പറയുന്നത് 8.48 into 10 raised to 28 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, മാസ് ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. ഇനി നോക്കുക, ഫെർമി എനർജിയിൽ h സ്ക്വയർ ബൈ 2m 3/8π ഒക്കെ അങ്ങനെ എഴുതി. n/vയുടെ സ്ഥാനത്ത് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8.48 into 10 raised to 28 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. h സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും, 6.626 into 10 raised to -34 ഹോൾ സ്ക്വയർ എന്ന് വരും. 2 into m മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, 9.11 into 10 raised to -31 ആണ്. 3/8π അങ്ങനെ എഴുതി. പിന്നെ n/vയുടെ സ്ഥാനത്ത് ഈ ആള് 8.48 into 10 raised to 28 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹോൾ റേസ് ടു എന്തുണ്ട്, 2/3 ഉണ്ട് അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എപ്സിലോൺ എഫ് എത്രയാണ് കിട്ടുക, 1.13 into 10 raised to -8 ജൂൾ. ഇതാണ് ഫെർമി എനർജി. ഇനി വേണമെങ്കിൽ ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാം. നമ്മൾ 1.6 into 10 raised to -19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതെന്താവും, ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് കിട്ടും. ഇനി ഇവിടെ ഫെർമി എനർജി മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഫെർമി ടെമ്പറേച്ചർ ചോദിക്കാം. ഫെർമി ടെമ്പറേച്ചർ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണ്, TF is equal to എപ്സിലോൺ എഫ് ബൈ കെ ആണ്. അതായത് തന്നിരിക്കുന്ന സാധനത്തിനെ എപ്സിലോൺ എഫിനെ നമ്മൾ എന്ത് ചെയ്യണം, 1.38 into 10 raised to -23 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫെർമി ടെമ്പറേച്ചർ കിട്ടും. ഫെർമി ടെമ്പറേച്ചറും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫെർമി എനർജിയാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന പ്രോബ്ലം. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ 2 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. പരീക്ഷയ്ക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. എസ്സേസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എസ്സേസ് വരുന്നൊരു ഭാഗം തന്നെയാണ് ഇത്. ഒന്ന് മോളിക്കുലാർ എനർജീസ് ഉണ്ടല്ലോ ഫസ്റ്റ് പിന്നെ ചാപ്റ്ററിലെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മെറ്റൽ ചോദിക്കാറുണ്ട്, ബ്ലാക്ക് ബോഡി ചോദിക്കാറുണ്ട്. ഇതൊക്കെ എസ്സേ ആയിട്ട് വരാറുള്ളതാണ്. ഓക്കെ, താങ്ക് യു.